ഗുഡ് മോർണിംഗ് ഗൈസ്. പുതിയ ഡേ സ്റ്റാർട്ടായിട്ടോ. காலையில் 6:30 எழுந்திரிச்சு அப்புறம் இப்போ போட்டிங் போக போகிறேன். என்னோட குட்டியாக சிக்கு மட்டும்தான் இருக்குது. ചിക്കു, ഞാനും വല്യമ്മയും ചേച്ചിയുടെ മദറിൻലോയും എല്ലാവരും കൂടി ബോട്ടിങ്ങിന് പോകാൻ. വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 10 പേർക്ക് ബോട്ടിലിരിക്കാം എന്ന് തോന്നുന്നു, അറിയില്ല. ഇന്നലെ വെള്ളത്തിലൊക്കെ കളിച്ച് നല്ല ഉറപ്പുറങ്ങി. ഒടുക്കത്തെ തണുപ്പോടെ ചുറ്റിലും വെള്ളമാണ്. സോ പോയിട്ട് വരാം. ഇന്നലെ രാത്രിയൊക്കെ നല്ല ടയർഡായി, പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അവിടേക്ക് ഡ്രസ്സൊക്കെ ആറിയിട്ടിട്ടുണ്ട്, ഫുള്ള് നനഞ്ഞ് വന്നിട്ട്. അപ്പം നമ്മൾ ബോട്ടിങ് പോകാൻ പോവാണ്. എത്ര ഹവറാ? 1.5 മണിക്കൂർ ബോട്ട് റൈഡ് ഉണ്ട്. ഒരു 10 പേരൊക്കെയുള്ള ബോട്ടാ തോന്നുന്നു, അറിയില്ല. ഇവിടെ ഫുള്ള് ചുറ്റിലും വെള്ളമായത് കാരണം നല്ല തണുപ്പായിരുന്നു. അതിൻ്റെ കൂടെ AC. ഇനിയിപ്പോൾ AC ഇട്ടിട്ട് തണുപ്പായിരിക്കും. യെസ്, എണീറ്റോ? അതിൻ്റെ കീറിപ്പോടാ, പൈസ ഇല്ല പാൻ്റെ വകെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നീ ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറ. താങ്ക്സ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബൂ 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 ബൂ. എല്ലാവരും റെഡിയായി. നമ്മളൊക്കെ കൂടി ബോട്ടിങ്ങിന് പോകുമ്പോൾ അത് എക്സൈറ്റ്. എടാ, ഇത് കോളിഫ്ലവർ ആയിരുന്നോ? ഞാൻ ഇന്നലെ വിചാരിച്ച് ക്യാബേജ് ആണെന്ന്. ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും അതിൻ്റെ രണ്ടിൻ്റെയും ലീവ്സ് ഏകദേശം സിമിലറാണ്. മൂക്കൊക്കെ പോയി. വേണം അതിടാതെ പോകാൻ പറ്റില്ല. കണ്ട ഏച്ചിമാരൊക്കെ ഇട്ടാണ്ടോ അതാ വിട്ട് വെച്ചിട്ട് അവരത് ഇഷ്ടമില്ല. തോറിക്ക് നല്ല ആട്ടം ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ വീണാൽ നമ്മൾ ഫ്ലോട്ട് ആവില്ലേ ഇതുള്ള കാരണം? പിന്നെ എന്തിനാ മേടിക്കുന്നത്? ഇന്നലെ നമ്മൾ പൊങ്ങിക്കണം. അതെ, ഗ്ലൗസ് ഒക്കെ എടുക്കുന്നു. പേടിയുണ്ടോ ഗൈസ്? പേടിയില്ല ഗൈസ്, പേടിയില്ല. അതിന് പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. ആന്റിക്ക് പേടിയുണ്ടോ? ആർക്കും പേടിയില്ല. ആന്റിക്കോ? അളിയന് പേടിയുണ്ടോ? കുഞ്ഞളിയന് പേടിയുണ്ടോ? അനാക്കൊണ്ട കണ്ടോ? സ്വിമ്മിങ് അറിയില്ല, മറ്റേ കുട്ടി ജമ്പ് ചെയ്ത് കപ്പാക്കാൻ. കുഞ്ഞനെ കൊണ്ടനെ കണ്ട? സംസാരിക്കാൻ എവിടെ കണ്ടത് കുഞ്ഞനെ കൊണ്ടനെ? തൊഴയുന്ന അങ്കിള് മൂവാവുന്നനുസരിച്ചൊരു വണ്ടി ഒന്നുകൊണ്ട് ചരിയുന്നുണ്ട്. ഇപ്പൊ എന്റെ വെയിറ്റ് കൊണ്ടാണോ? What coconut are you talking? ഇവിടെ വെള്ളത്തിന്റെ നടുക്ക് വീടൊക്കെ വെച്ചിട്ടുണ്ട്. മറ്റേ ഏതാ സിനിമ? പറ പറ പറ. പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടികളും. എന്റെ അടുത്ത് ചോദിക്കുന്ന അത് നോക്കാ വീട്. മറ്റേ ഷൂട്ട് ചെയ്താണോ? അത് ആലപ്പുഴയിലെ? അല്ല, അതുപോലെ ഇല്ല ആ വീട്. മറ്റേ നമിതയുടെ വീട്. നമിതയുടെ വീട് പോലത്തൊരു വീട്. ആരോമൽ തോണിയിൽ എൻ്റെ ജീവന്റെ
ഗൈസ് ഇവിടെ വന്നിട്ട് ഭയങ്കര വെയിൽ. നമ്മള് മാംഗ്രോസിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ തുഴഞ്ഞു വന്നു. ഇപ്പൊ തോണിന്റെ അടിയിൽ കയറി കൂത്തിരിക്കുക. അവിടെ ഇവിടെയൊക്കെ ബ്രിഡ്ജൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പല്ല് കടിച്ചു പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരുന്നു. ഇവിടെയൊക്കെ ഫുള്ള് എല്ലാ വീടുകളും ഓൾമോസ്റ്റ് വെള്ളത്തിന്റെ നടുക്കൊക്കെ കുറെ പല്ല് കടിച്ച അടുത്ത സറ വെടിയാണ്. വെയില് ഭയങ്കര അലർജി. അതിന്റെ സ്നഗ്ഗി എടുത്തിട്ടാണ് ഞാനിങ്ങനെ വെച്ചേക്കുന്നത്. പുതിയ സ്നഗ്ഗി കേട്ടോ. ഞാൻ പോയി വന്ന് കുളിച്ചല്ല മേല് കുളിച്ച് പൊട്ടിയൊക്കെ ഇട്ട് റെഡി വന്നിരിക്കുകയാണ്. എനിക്ക് രാവിലത്തെ വെയിൽ ഭയങ്കര അലർജിയാണ്. അത് മുഖത്തേക്ക് ഏതെങ്കിലും ഡയറക്ഷൻ അടിച്ചാൽ മതി, അപ്പം തുമ്മാൻ തുടങ്ങും. ചെറുതായിട്ട് ഇന്നലെ ടാബ്ലറ്റ് ഒക്കെ എടുത്തിട്ടാണ് കിടന്നേ. പക്ഷെ ടാബ്ലറ്റിനെ പോലും വെല്ലുന്ന രീതിയിലാണ് എനിക്ക് വെയിൽ കൊള്ളുമ്പോൾ അലർജി വരാം. സാധാരണ ടാബ്ലറ്റ് കുടിച്ച് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഓക്കെ ആയിരിക്കും. ഇന്ന് രാവിലെ ഞാൻ ഓക്കെ ആയിരുന്നു, പക്ഷെ വെയിൽ കൊണ്ടപ്പോൾ പോയി. എന്താ ഇവിടുത്തെ പരിപാടി എന്നറിയില്ല. മേ ബി ഇന്ന് തന്നെ തൊട്ടൻ പോവും. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇതുണ്ടല്ലോ, അവർ നല്ല എക്സ്ട്രാ ഒരു ബെഡ് ഇട്ട് തന്നതാണ്. സാധാരണ ഞാൻ അച്ഛനൊന്നും ഒരു ബെഡിൽ കിടക്കുന്നതാണ്. പക്ഷേ അവരൊറ്റയ്ക്ക് കിടക്കട്ടെ, നമ്മളെയൊന്നും ആർക്കും വേണ്ടല്ലോ. എത്രയും പെട്ടെന്നൊരു കല്യാണം കഴിക്കണം. ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം. ഇത് ചേച്ചി കുറേ കാലം മുന്നേ ഓർഡർ ചെയ്ത് വെച്ച സാധനം. ഞാൻ ഇടാറേ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എനിക്ക് ഇങ്ങനത്തെ ഉടുപ്പിടുമ്പോൾ ഈ ഗർഭിണിയായ പോലെ ഉണ്ടാവും. സോ ഞാനതങ്ങനെ ഇടാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ചേച്ചി നിർബന്ധിച്ച് ലാസ്റ്റ് ഞാൻ ഇട്ടു. എനിക്ക് ഡ്രസ്സിൻ്റെ സ്റ്റൈലിനെക്കാട്ടും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കംഫർട്ടബിളാണ്. കംഫർട്ട് ആണെങ്കിൽ മാത്രമേ എനിക്കൊരു ഡ്രസ്സ് ഇടാനായിട്ട് ഇഷ്ടം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ടിരിക്കും. ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ പോവാണ്. ഇവിടെ സൈഡിലായിട്ട് ഫുൾ കൃഷി, പച്ചക്കറി കൃഷി. പിന്നെ നേരത്തെ ഇങ്ങനെ നടക്കുന്ന വേ ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. ഫുള്ളൊരു കേവിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന പോലെ അല്ലേ. എനിക്ക് രാവിലത്തെ വെയിൽ കൊണ്ട് ഫുള്ള് ജലദോഷമായി ഗൈസ്. ബാക്കിൽ അമ്മയുണ്ട്. അമ്മയ്ക്ക് ഞാൻ ഇന്നലെ ഡ്രസ്സൊന്നും എടുക്കാണ്ട് വന്ന്, എന്നിട്ട് ഇന്നലെ സഡനായിട്ട് പോയിട്ട് വാങ്ങിയ ഡ്രസ്സാണ്. അങ്ങനെ സെലക്ഷനൊന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ഓടിപ്പോയി വാങ്ങിയിട്ട് വന്നു. ഇങ്ങനെ വന്നിരിക്കുകയാണ്. അത് ഇരിക്കുമ്പോഴൊക്കെ നല്ല തണുപ്പ് കിട്ടുന്നുണ്ട്. കാരണം ഇങ്ങനെ കണ്ടില്ലേ, ഫുഡ് ഒരു എന്താ പറയുക, ഈ പുല്ലൊക്കെ കൊണ്ടിട്ട് വഴിയിൽ മുഴുവൻ ഇങ്ങനെ പന്തൽ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല തണുപ്പ് കിട്ടുന്നുണ്ട്. ഞാൻ അങ്ങനെ ചായ കുടിച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കുക. ആക്ച്വലി പണ്ട് ചെറുപ്പത്തിലാണ് ഇങ്ങനെ ഫാമിലീൻ്റെ കൂടെ ഒക്കെ പോയിട്ടുള്ളത്. അല്ലാണ്ട് അതിന് ശേഷം പിന്നെ പോയിട്ടേ ഇല്ല. ചെറുപ്പത്തിൽ പോയാൽ തന്നെ എനിക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല, കാരണം ഞാനന്ന് വളരെ കുഞ്ഞായിരുന്നു. നീ എവിടെ പറഞ്ഞോ? ഒരു മീനതാ പോന്ന പറയില്ല. അച്ഛനതാ അപ്പുറം മുങ്ങി. ഏയ് അതാ അച്ഛൻ. വെള്ളത്തില് വെയിലും കൊണ്ട് കിടക്കുന്നു മീനുകൾ. നിനക്കല്ലേ വെയില് വേണ്ടത്? ഇത്രക്ക് വേണ്ടായിരുന്നു, കുറച്ച് കൂടിപ്പോയി. കറങ്ങി വരാം.
ബാത്റൂമിൽ കൈകൾ മാത്രമേ ഉള്ളൂ. ടാറ്റാ. കനവിൽ നീ വന്നു. എനിക്ക് പേടിയാ. എനിക്ക് അറിയില്ല. One, two, three. 20, 21, 22, 22. 1, 2, 3. 34, 35, 36, 37. என்னடா? Go. Up, 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 up. Yay! ഡ്രസ്സും കെട്ടും ഒക്കെ എടുത്തിട്ട് നമ്മൾ പോവാണ്. നമ്മൾ ഇവിടുന്ന് എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. താങ്ക് യു ബെൽഫാംസ് ഫോർ എ വണ്ടർഫുൾ ഡേ. സൈനിങ് ഓഫ് കരിഷ്മ. ബൈ ബൈ. ബൈ.